ഹായ് ഫ്രണ്ട്സ്, നോഡ് ജേസിൻ്റെ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെർവറും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ക്ലയൻറ്റ് എങ്ങനെ റിക്വസ്റ്റ് സെർവറിലോട്ട് അയക്കാം, സെർവർ എങ്ങനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും എന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അതിനെ പ്രാക്ടിക്കലി ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അതായത് നോഡ് ജേസ് വെച്ച് നമ്മൾ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ തന്നെ. എന്നിട്ട് എൻ്റെ ക്ലയൻറ്റ് എൻ്റെ ബ്രൗസറിൽ നിന്ന് ഞാൻ എൻ്റെ ലോക്കൽ സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കുന്നു. എൻ്റെ ലോക്കൽ സെർവർ ബ്രൗസറിൽ വീണ്ടും റെസ്പോൺസ് തിരിച്ചയക്കുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോഡ് ജേസ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് കോഡിലോട്ട് പോകാം. ഞാൻ ആദ്യം ഒരു സെർവർ ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊരു എം ടി നോട്ട് ജെ എസ് പ്രൊജക്റ്റ് ആണ്. സെർവർ ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ടി വേണ്ടത് നമുക്കൊരു HTTP മൊഡ്യൂളാണ്. അതായത് നോട്ട് ജെ എസിൻ്റെ ഒരു കോർ ഇൻബിൽറ്റ് മൊഡ്യൂളാണ് HTTP. നമുക്ക് അതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിക്വയർ യൂസ് ചെയ്യണം. ഓക്കെ, വേർ HTTP ഈസ് ഈക്വൽ ടു റിക്വയർ നമ്മുടെ മൊഡ്യൂളിൻ്റെ നെയിം HTTP. ഓക്കെ, ഇപ്പം നമ്മുടെ ലോക്കൽ പ്രൊജക്റ്റിലോട്ട് HTTP എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഇമ്പോർട്ടായി. ഇനി നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ HTTPയിൽ ക്രിയേറ്റ് സെർവർ എന്ന് പറഞ്ഞ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ വേർ സെർവർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലോട്ട് HTTP ഡോട്ട് ഉണ്ടോ ക്രിയേറ്റ് സെർവർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഞാൻ വിളിച്ചു. ആ ക്രിയേറ്റ് സെർവർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നോക്കുന്നത് ഒരു പാരാമീറ്ററാണ്. ആ പാരാമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷൻ രണ്ട് പാരാമീറ്റർ നോക്കുന്നുണ്ട്. അതായത് ഒരു റിക്വസ്റ്റ് ഒബ്ജക്റ്റും റെസ്പോൺസ് ഒബ്ജക്റ്റും. ഈ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻവോക്ക് ചെയ്യുന്നത് നമ്മൾ സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കുമ്പോഴാണ്. റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ സെർവർ എന്ന് റെസ്പോൺസ് ക്ലയന്റിലോട്ട് അയക്കുന്നതാണ്. ഓക്കെ, ഫംഗ്ഷൻ റിക്വസ്റ്റും റെസ്പോൺസും. അപ്പോൾ നമുക്ക് റിക്വസ്റ്റും റെസ്പോൺസും സെറ്റ് ചെയ്തു. ഇനി നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പോൺസ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹെഡർ കൂടെ അയക്കണം. ഈ ഹെഡർ അയക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് ഏത് തരത്തിലുള്ള റെസ്പോൺസ് ആണെന്ന് നമുക്ക് ക്ലയൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതായത് JSON ആണോ, സ്ട്രിങ് ആണോ, ഇമേജ് ആണോ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടന്റ് ടൈപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ കാണാം. നമുക്ക് ഇത്രയും കണ്ടന്റ് ടൈപ്പാണ് നമ്മളിപ്പോൾ ഒരു റിക്വസ്റ്റ് വന്ന അതിൻ്റെ റെസ്പോൺസിൻ്റെ കൂടെ വിടുന്നത്. ഇപ്പം നിങ്ങൾ JSON ആണെങ്കിൽ അപ്ലിക്കേഷൻ -JSON ആയിരിക്കും. ഇനി ഇമേജ് ഓഡിയോ ആണെങ്കിൽ ഓഡിയോ -MPEG ആയിരിക്കും. ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് ബാർ പ്ലെയിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ടൈപ്പ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുക. നമുക്ക് ആദ്യം കണ്ടന്റ് ടൈപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ റെസ്റ്റ് ഡോട്ട് റൈറ്റ് ഹെഡർ എന്ന് പറഞ്ഞ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ഹെഡർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടന്റ് ടൈപ്പിൻ്റെ കൂടെ നമുക്ക് സ്റ്റാറ്റസ് കോഡും കൂടെ ആദ്യം സെറ്റ് ചെയ്യണം. കാരണം ഈ ഫംഗ്ഷൻ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റാറ്റസ് കോഡും പിന്നെ കണ്ടന്റ് ടൈപ്പും. സ്റ്റാറ്റസ് കോഡ് ഞാൻ 200 കൊടുക്കാം. ഒരുപാട് സ്റ്റാറ്റസ് കോഡ് ഉണ്ട്. 304 ഉണ്ട്, 404 ഉണ്ട്, 200 ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റാറ്റസ് കോഡ് ഉണ്ട്. ഞാൻ 200 ആണ് കൊടുക്കുന്നത്. 200 എന്ന് വെച്ചാൽ ഓക്കെ ആണ്. അതായത് റെസ്പോൺസ് റിക്വസ്റ്റും റെസ്പോൺസും ഓക്കെ ആണ്. 200. ഇനി അടുത്തത് ഒരു കീ ആയിട്ട് കണ്ടന്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് പ്ലേ. അതായത് ഇതൊരു എംപ്റ്റി സ്ട്രിങ് ആണ് റെസ്പോൺസ് ആയിട്ട് സെർവർ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നത്. അതാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. ഇനി JSON ആണെങ്കിൽ കണ്ടന്റ് ടൈപ്പ് മാറും. അത് അപ്ലിക്കേഷൻ ബാർ JSON ആയിരിക്കും. ഇമേജ് ആണെങ്കിൽ കണ്ടന്റ് ടൈപ്പ് വീണ്ടും മാറും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഹെഡർ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റെസ്പോൺസ് സെറ്റ് ചെയ്യണം. റെസ്പോൺസ് സെറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഡോട്ട് എൻഡ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. ആ റെസ്റ്റ് ഡോട്ട് എൻഡിൽ നമുക്ക് വേണ്ട സ്ട്രിങ്, അതായത് തിരിച്ചയച്ചു കൊടുക്കേണ്ട സ്ട്രിങ് സെറ്റ് ചെയ്യാം. ഹേ ഐ ഗോട്ട് റിക്വസ്റ്റ് ഫ്രം ക്ലയൻറ്റ്, ഹിയർ ഈസ് ദ റെസ്പോൺസ് എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഹിയർ ഈസ് ദ റെസ്പോൺസ്. അങ്ങനെ അപ്പോൾ ഹെഡറും സെറ്റ് ചെയ്തു, നമ്മുടെ റെസ്പോൺസ് സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ സെർവറിനെ ഒരു പോർട്ടിലോട്ട് കാൾ ചെയ്യണം, ഒരു പോർട്ടിലോട്ട് ലിസൺ ചെയ്യണം. കാരണം ഒരു സെർവർ ആകുമ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാംസ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ പോർട്ട് നമ്പർ വെച്ച് സെറ്റ് ചെയ്യണം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യാണ്ട് സെർവർ ഡോട്ട് ലിസൺ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വേണം. ലിസൺ 5000. ഈ ലിസൺ എന്ന് പറഞ്ഞ മെത്തേഡ് സിങ്ക്രണസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു കൺസോൾ ലോഗ് കൊടുക്കാം. സെർവർ ലിസൺ സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെർവർ ക്രിയേറ്റ് ചെയ്തു. ആ സെർവർ 5000 എന്ന് പറഞ്ഞ പോർട്ടിൽ റൺ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യാം. നോഡ് സെർവർ ഡോട്ട് JS. നമുക്ക് എന്തോ റൈറ്റ്സ് ഉണ്ട്. ഈ പോർട്ട് ഓൾറെഡി യൂസ് ചെയ്യുന്നു തോന്നുന്നു. ഞാൻ പോർട്ട് മാറ്റി 4000 ആക്കി.
നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നമുക്കിവിടെ ഒരു മെസ്സേജ് വന്നു, സെർവർ ലിസൺ സക്സസ്ഫുള്ളി. അതായത് ഇപ്പോൾ നമ്മുടെ സെർവർ ക്രിയേറ്റ് ആയി, ആ സെർവറിനെ 4000 എന്ന പോർട്ടൽ ലിസൺ ചെയ്തു. ഇനി നമുക്ക് റിക്വസ്റ്റ് അയക്കുമ്പോൾ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിന് ഈ 4000 എന്ന് പറഞ്ഞ പോർട്ടലിലോട്ടാണ് നമുക്ക് റിക്വസ്റ്റ് അയക്കേണ്ടത്. കാരണം ഇത് റൺ ചെയ്ത് നമ്മുടെ ലോക്കൽ IP അഡ്രസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ലോക്കൽ ഹോസ്റ്റിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തിട്ട് ഞാൻ Ctrl+Shift-I അടിച്ചാൽ നമുക്ക് നെറ്റ്വർക്ക് ടാബ് കിട്ടും, നമുക്ക് റിക്വസ്റ്റ് നോക്കാനായിട്ട്. ഓക്കെ, ഇനി ഞാൻ ലോക്കൽ ഹോസ്റ്റ് -4000 എന്ന് പറഞ്ഞ പോർട്ടലിലോട്ട് റിക്വസ്റ്റ് അയക്കുകയാണ് നമ്മുടെ ക്ലയൻറ്റ് ബ്രൗസറിൽ നിന്ന്. നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് ആ എംപ്റ്റി സ്ട്രിങ് കിട്ടി. ഹേ ഐ ഗോട്ട് റിക്വസ്റ്റ് ഫ്രം ക്ലയൻറ്റ്, ഹിയർ ഈസ് ദ റെസ്പോൺസ്. നമുക്ക് ഈ സ്ട്രിങ്, നമ്മൾ സെൻഡ് ചെയ്ത സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ ക്ലയൻറ്റിലോട്ട് കിട്ടി. അതായത് നമ്മൾ ഈ ലോക്കൽ ഹോസ്റ്റ് :4000 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സെർവറിലോട്ട് റിക്വസ്റ്റ് അയച്ചു. ആ റിക്വസ്റ്റ് നമ്മൾ ഹെഡറും സെറ്റ് ചെയ്തിട്ട് റെസ്പോൺസ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് അയച്ചു കൊടുത്തു. നമുക്ക് ഇതാണ് നമ്മുടെ റിക്വസ്റ്റ്. നമുക്ക് റിക്വസ്റ്റ് നോക്കാം. ഇവിടെ റെസ്പോൺസ് ആയിട്ട് വന്നു, സ്റ്റാറ്റസ് കോഡ് 200 ഓക്കെ ആണ്. ഇനി റെസ്പോൺസ് ഹെഡറിൽ കണ്ടന്റ് ടൈപ്പ് ഉണ്ടോ, ടെക്സ്റ്റ് പ്ലെയിൻ. അതായത് നമ്മൾ ഇവിടെ കൊടുത്ത കണ്ടന്റ് ടൈപ്പ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, റെസ്പോൺസ് ഹെഡർ നോക്കിയാൽ കാണാം. ഇനി എൻ്റെ റെസ്പോൺസ് അറിയണമെങ്കിൽ നിങ്ങൾ റെസ്പോൺസ് എന്ന് പറഞ്ഞ ടൈപ്പിൽ പോയാൽ ഉണ്ടോ, ഈ റെസ്പോൺസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഹേ ഐ ഗോട്ട് റിക്വസ്റ്റ് ഫ്രം ക്ലയൻറ്റ്, ഹിയർ ഈസ് ദ റെസ്പോൺസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെർവറും ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ക്ലയൻറ്റിന് സെർവറിലോട്ട് റിക്വസ്റ്റ് അയച്ചു, സെർവർ തിരിച്ച് റെസ്പോൺസ് ക്ലയൻറ്റിലോട്ട് അയച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കലി നമ്മൾ Node.js വെച്ചിട്ട് സെർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.